നമസ്കാരം, സ്ട്രൈക്ക് ടോക്കറാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന ബീഹാറിൽ തുടർച്ചയായി മൂന്നാം മാസവും സന്ദർശനം നടത്തി പ്രധാനമന്ത്രി. 2700 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികൾക്ക് തുടക്കമിട്ടു. ബംഗാളിൽ 5400 കോടി രൂപയുടെ പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. റെയിൽ, റോഡ്, ഗ്രാമവികസന, മത്സ്യബന്ധന, ഇലക്ട്രോണിക്സ്, വിവര സാങ്കേതിക വിദ്യ എന്നീ മേഖലകളിലെ പദ്ധതികളാണ് ഇവയിലേറെയും. അടുത്ത വർഷം കേരളത്തിനൊപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ബംഗാളിൽ കരുതലോടെയാണ് BJP നീങ്ങുന്നതെന്ന് തെളിയിക്കുന്നതായിരുന്നു പ്രധാനമന്ത്രിയുടെ പരിപാടികൾ. ബംഗാളിലെ അഭിമാനം സംരക്ഷിക്കാൻ BJPക്ക് മാത്രമേ സാധിക്കൂ എന്ന് ദുർഗാപൂരിൽ നടന്ന യോഗത്തിൽ പ്രധാനമന്ത്രി പറഞ്ഞു. പ്രീണന രാഷ്ട്രീയത്തിന്റെ എല്ലാ പരിധിയും മുഖ്യമന്ത്രി മമതാ ബാനർജി ലംഘിച്ചു. BJPക്ക് ഒരവസരം നൽകിയാൽ ബംഗാളിനെ വ്യവസായത്തിന്റെ ഹബ്ബാക്കി മാറ്റുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിലെ മോത്തിഹാരിയിൽ നടന്ന ചടങ്ങിൽ വൻ ജനവലിയെ സാക്ഷി നിർത്തിയായിരുന്നു പ്രഖ്യാപനങ്ങൾ. RJD കോൺഗ്രസ് കൂട്ടുകെട്ടിന്റെ ദുഷ്ടകാലത്തിൽ നിന്ന് NDA സർക്കാർ ജനങ്ങളെ സംരക്ഷിക്കുകയാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന് പുറമെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും വേദിയിലുണ്ടായിരുന്നു. മോത്തിഹാരിയിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ച വേദിക്കരികിൽ കരിങ്കൊടി കാട്ടിയ 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. കൂടുതൽ വീഡിയോസുകൾക്കായി ഈ ചാനലോട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദിസ് ഇസ് സ്ട്രൈക്ക് ടോക്കർ സൈനിങ് ഓഫ്.